ഹായ് എവ്രി വൺ, വി ആർ ലൈവ് അഗെയിൻ. ഞങ്ങൾ വീണ്ടും കുറച്ച് പേര് നമ്മൾ എല്ലാ ആഴ്ചയും വരുന്നത് പോലെ തന്നെ ഈ ആഴ്ചയും ഞങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇവിടെ വന്നേക്കുന്നത്. സോ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ടു എവ്രി വൺ ദാറ്റ്സ് വാച്ചിങ് അസ് ഓൾ ഓവർ ദ ഗ്ലോബ്. ഇനി ആരെങ്കിലും റീപ്ലേ ആയിട്ട് കാണുന്നുണ്ടെങ്കിലും ഗ്രീറ്റിംഗ്സ് ടു യു ഓൾ. സോ ഇന്ന് നമ്മൾ ഇവിടെ വന്നേക്കുന്നത് ഒത്തിരി ഈ ബിസിനസ്സിനെ കുറിച്ച് ഒത്തിരി മിസ്കൺസെപ്ഷൻസ് ആൾക്കാർക്കുണ്ട്, അല്ലെങ്കിൽ മിത്സ് ഒത്തിരി പേർക്കുണ്ട്. നമ്മൾ തുടരെ ഇങ്ങനെ വന്ന് പറയുന്നുണ്ടെങ്കിലും പലർക്കും പല വിഷയങ്ങളിലും ഇപ്പോഴും അതിനെക്കുറിച്ച് കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് ഡോക്ടർ ലിജീന ഉണ്ട്, സിഡ്നി ഓസ്ട്രേലിയയിൽ നിന്ന്. പിന്നെ വനജ ചേച്ചിയുണ്ട്, ചേച്ചി ക്വീൻസ്ലാൻഡിൽ നിന്ന് നമ്മളോടൊപ്പം ഉണ്ട്. പിന്നെ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റും ഉണ്ട്, മേഘ ഫ്രം കാനഡ. മേഘയും ഇതാദ്യമായിട്ടാണ് മേഘയോടൊപ്പം ഞാൻ ഇങ്ങനെ ഒരു ലൈവില് വരുന്നത്. സോ താങ്ക് യു മേഘ, ആൻഡ് താങ്ക് യു എവ്രി വൺ എൽസ് ഫോർ മേക്കിംഗ് ദിസ് പോസിബിൾ. അപ്പോൾ ഇന്ന് പൊതുവെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം, ഞാനും നിങ്ങളെപ്പോലെ തന്നെ അതുപോലെ തന്നെ സ്കെപ്റ്റിക്കലായിരുന്നു കേട്ടോ. ഓൺലൈൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതെന്തോ ഒരു സ്കാം ആണ്, അല്ലെങ്കിൽ ഇതൊരു റിയൽ അല്ല എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ പോലും ജോയിൻ ചെയ്ത സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾക്ക് ഇത് ശരിക്കും എന്താണ് ഈ ബിസിനസ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലവർ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാറുണ്ട്, ഇതൊരു MLM ആണോ അല്ലെങ്കിൽ ഒരു മണി ചെയിൻ ആണോ? ഈ മണി ചെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെയിൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയോജനം ഇല്ല, പിന്നെ നമ്മൾ മേളിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ, പിന്നെ ഇതൊരു ആംവേ ബിസിനസ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ സത്യമായിട്ടും ഈ ബിസിനസ്സിൽ ആംവേ കേട്ടിട്ടുണ്ടെങ്കിലും ആംവേ അത്ര ഒരു ബാഡ് ബിസിനസ് ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു കോൺസെപ്റ്റ് എനിക്കില്ലായിരുന്നു. അതൊരു ബിസിനസ് എന്നുള്ള, അതിന്റെ പ്രോഡക്ട്സ് ഭയങ്കര ഇച്ചിരി എക്സ്പെൻസീവ് ആണ് എന്നുള്ള ഒരു ഇതല്ലാതെ എനിക്ക് ആംവയെ പറ്റി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഈ ബിസിനസ്സിലോട്ട് വരുമ്പോൾ, ഞാൻ ആദ്യമായിട്ട് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാനുള്ള റീസൺ തന്നെ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം വനജ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൾക്കാർ ചോദിക്കാറുണ്ടോ? ചേച്ചി എന്താണ് അവർക്ക് മറുപടി പറയാറുള്ളത്? Thank you, Bracy. First of all, thank you for inviting me to your page. എന്നെ അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഒന്നുകൂടെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് വനജ. ഞാനിവിടെ ഓസ്ട്രേലിയ ബ്രിസ്ബെയിനിലാണ്. എൻ്റെ കഴിഞ്ഞ 16 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ സ്റ്റേ ചെയ്യുന്നു. എനിക്ക് ഹസ്ബൻഡും രണ്ട് പെൺകുട്ടികളാണ്. ദേ ബോത്ത് ആർ ഗ്രോൺ അപ്പ് ഗേൾസ്. അവർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ്. പിന്നെ ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു കാർഡിയക് ഐസിയുയിൽ ക്ലിനിക്കൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. മോറോവർ ഞാനിപ്പം ഒരു പ്രൗഡ് ഡിജിറ്റൽ ബിസിനസ് ഓണറും മെൻറ്ററും കൂടിയാണ്. സോ ഇപ്പം പ്രേസി ചോദിച്ച ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഓൾവേസ് മിക്കവാറും തന്നെ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവർ ഈ ബിസിനസ് എന്താണ് എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ നമ്മുടെ നിന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ അവർ തന്നെ ഇങ്ങോട്ട് ചോദിക്കും, ഇതൊരു MLM ആണോ, അല്ലെങ്കിൽ ഇത് ഒരു മണി ചെയിൻ ബിസിനസ് ആണോ, അല്ലെങ്കിൽ ഇതൊരു ആംവേ പോലെയുള്ള ബിസിനസ് ആണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പം അതിൻ്റെ സ്ട്രെയിറ്റ് ആൻസർ ആദ്യം തന്നെ പറഞ്ഞേക്കാം, നോ, ദിസ് ഇസ് നോട്ട് ആൻ MLM. നമ്മൾ ഇതിനകത്ത് മണി ചെയിനോ അങ്ങനെയുള്ള ഒരു ചെയിൻ ബിസിനസ് അല്ല ഇത്. നമുക്ക് ഇതിനകത്ത് കോളിങ്ങോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പ്രഷർ ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ പ്രഷർ ചെയ്ത് ഇതിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ഒരു സ്പെസിഫിക് സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി യൂസ് ചെയ്താണ് നമ്മൾ ഈ ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പം MLM ഇതിനെപ്പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതലൊന്നും അറിയത്തില്ല. ഈ MLM ആംവേ അങ്ങനെയുള്ള ബിസിനസ്സിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും കൂടുതലൊന്നും അറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതിനകത്ത് കൂടാതെ പീപ്പിൾ അറ്റ് ദ ടോപ്പ് അതിൽ ജോയിൻ ചെയ്യുന്നവർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ബിലോ ലെവലിൽ അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ളവർക്ക് അവർ റിയലി സ്ട്രഗിൾ ടു ഗെറ്റ് ദെയർ ഇൻകം, അല്ലെങ്കിൽ അവരുടെ കമ്മീഷൻസ് കിട്ടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ MLM അത്
അതുപോലെയുള്ളതിൽ ഓൺഗോയിങ് പ്രോഡക്റ്റ് പർച്ചേസസ് ഉണ്ട്. അവർക്ക് മന്ത്ലി ടാർഗറ്റ്സ് അല്ലെങ്കിൽ പിന്നെ ക്വാർട്ടേഴ്സ് മീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏൺ ചെയ്യുന്നതിൽ കൂടുതൽ അവർക്ക് ചിലപ്പം സ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. കാരണം അവരുടെ ആ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ആംവേ ആണെങ്കിലും ട്രേസി ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആംവേ ഇസ് ഐ ഡോണ്ട് ഈവൻ തിങ്ക് ആംവേ ഇസ് എ ബാഡ് ബിസിനസ്. ബട്ട് എനിവേ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് കൂടുതൽ കടക്കുന്നില്ല. പിന്നെ നമ്മുടെ ബിസിനസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ ഇവിടെ ചെയ്യുന്നത് എൻ്റയർലി ഡിഫറെൻറ്റ് വേ ഓഫ് സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിതിനകത്ത് ഡയറക്റ്റ്ലി ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണുള്ളത്. നമ്മൾ ചെയ്യുന്ന സെയിൽസ് വോളിയം അനുസരിച്ചാണ് നമുക്ക് ഇതിനകത്ത് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഇതിനകത്ത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആൾക്കാരെ ചേസ് ചെയ്യേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യം വരുന്നില്ല. വി ജസ്റ്റ് യൂസിങ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് അട്രാക്ഷൻ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി, വൺ ഓഫ് ദ സ്ട്രാറ്റജീസ്. എന്നിട്ട് നമ്മൾ അത് പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ചെയ്താണ് നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ടാക്സബിൾ ആയിട്ടുള്ള ബിസിനസ്സാണ്. ഇതൊരു ലെജിറ്റിമേറ്റ് ബിസിനസ്സാണ്. ദർ ഇസ് നോ സ്കാം ഇൻ ഇറ്റ്. സോ നമുക്കൊരു വളരെ നല്ലൊരു ട്രെയിനിങ് സൈറ്റ് ഉണ്ട്. സോ വി പ്രൊവൈഡ് ദാറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ്. അതുവഴി ആണ് നമ്മൾ ഇതിനകത്ത് ഈ ബിസിനസ്സിനെ പറ്റി ലേൺ ചെയ്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് സോഷ്യൽ മീഡിയ ലെവറേജ് ചെയ്ത് നമ്മൾ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴിയാണ് നമ്മൾ ഈ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും നമ്മുടെ ഏണിങ്സ് എന്താണ് ഗ്രോ ചെയ്യുന്നതും. സോ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ബഗ്ഗിങ് പീപ്പിൾ നമ്മൾ റിയൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും നമ്മുടെ സ്കിൽസും യൂസ് ചെയ്ത് തന്നെ ആണ് റൈറ്റ് കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്താണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് തന്നെ നമ്മുടെ ഈ ബിസിനസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വി ക്യാൻ ചൂസ് ഹൗ വി വാണ്ട് ടു ഗ്രോ ആൻഡ് സ്കെയിൽ അവർ ബിസിനസ്. സോ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരുടെയെങ്കിലും വെബ്സൈറ്റ്, എവറി വൺസ് വെബ്സൈറ്റ് ഇസ് ഡിസ്പ്ലേയിങ് ഓൺ ദ സ്ക്രീൻ. സോ യു ക്യാൻ reach out any one of us and we will provide you more information. I think I explained somewhat about that question. ചേച്ചി ഒരുവിധം നന്നായിട്ട് തന്നെയാ പറഞ്ഞത്. അപ്പൊ ഒരു MLM എന്ന് പറയുമ്പം എപ്പോഴും അല്ലെങ്കിൽ അതിന് പറയുന്നത് തന്നെ ഒരു പിരമിഡ് സ്കീം എന്നാ. അതായത് മേളിലുള്ളവർക്ക് മാത്രമേ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ എന്നുള്ള. കാരണം കമ്മീഷൻ ഓൾവേസ് ഫ്ലോസ് ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം ആണെന്നാണ് ഒരു MLM അല്ലെങ്കിൽ ഒരു പിരമിഡ് സ്കീം അല്ലെങ്കിൽ മണി ചെയിൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ആണ്. നമുക്ക് അതായത് നമ്മൾ അഫിലിയേറ്റ് ചെയ്തേക്കുന്ന കമ്പനി ത്രൂ ആണ് നമുക്ക് പേയ്മെന്റ് ഡയറക്റ്റ് കിട്ടുന്ന. ആരാണോ ആ സെയിൽസ് നിങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ വരുന്നത് അവർക്കാണ് കമ്മീഷൻസ് കിട്ടുന്നത്. മാത്രമല്ല നമുക്കൊരു മെന്ററിങ് ഉണ്ട്. അതായത് നിങ്ങൾ ഒരു MLM പോലും ഇങ്ങനെ ഒരു ട്രെയിനിങ് തരുന്നു അല്ലെങ്കിൽ ഒരു പേഴ്സണൽ മെന്റർഷിപ്പും കോച്ചിങ്ങും ബിസിനസ് കോച്ചിങ്ങും ഒക്കെ തരുന്ന ഒരു MLM പോലും ഉണ്ട്. അങ്ങനെ ഒരു MLM ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരും അങ്ങനെ ചെയ്യത്തില്ല. കാരണം അത് പേഴ്സണലി ആൾക്കാരോട് റീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അങ്ങനെ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്നത് ഒരു സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവര് മിക്കവരും കാണുന്ന നഴ്സസും ഡോക്ടേഴ്സും ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നവര്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നഴ്സിംഗ് അല്ലാതെ, എന്നെയൊക്കെ സംബന്ധിച്ച് നഴ്സിംഗ് അല്ലാതെ ഒരു കാര്യം പോലും അറിയത്തില്ലായിരുന്നു. എങ്ങനെ ഇത് എല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ്സ് വരുന്നെന്നോ ഒന്നും അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇത് ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യണമെങ്കിൽ അതിന് ഒബ്വിയസ്ലി എനിക്കൊരു ട്രെയിനിങ് കിട്ടിയിട്ടാണ്. എനിക്കൊരു മെന്ററുണ്ട്, എനിക്കൊരു കോച്ചുണ്ട്. അത് ലൈഫ് ലോങ് ആണ് നമുക്ക്. ഓക്കെ, നമ്മുടെ ഹോൾ ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന. എത്ര നമ്മൾ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആന്ന് പറഞ്ഞാലും ആ മെന്ററും കോച്ചും ഇപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട്. ഓക്കെ, അതാണ് ഈ ബിസിനസിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞത്. അപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓക്കെ നിങ്ങൾ എന്താ അപ്പോ എങ്ങനെ ഈ ബിസിനസ് വോളിയം ഉണ്ടാക്കുന്നു? അത് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുവാണോ? അതായത് ആൾക്കാരെ ചേർക്കുന്ന ബിസിനസ് ആണോ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ എല്ലാരും ചോദിക്കുന്നത്. മണി ചെയിൻ ആണോ എന്ന് ചോദിച്ച ഉടനെ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓക്കെ ഇതിൽ ആൾക്കാരെ ചേർക്കുന്ന പരിപാടിയല്ലേ, അതിൽ ഒരു കണ്ണി മുറിഞ്ഞു പോയാൽ തീർന്നില്ലേ ഈ ബിസിനസ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്.
അവർക്ക് മേഘ ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ? അതോ ഞങ്ങൾ ഓസ്ട്രേലിയയിലുള്ളവർ മാത്രമാണോ ഇത് ഫേസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ മേഘ എന്താണ് അവർക്കുള്ള മറുപടി? ഓക്കെ, താങ്ക് യു പ്രസി, താങ്ക് യു ഫോർ ഗിവിംഗ് മി ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എൻ്റെ പേജിൽ വരുന്ന കുറേ പേർക്കൊക്കെ എന്നെ അറിയാം. എന്നെ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മേഘ. ഞാൻ കാനഡയിലെ ഒണ്ടാരിയോയിൽ ഒരു RN-ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ OR-ലാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് 3 കുട്ടികളുമായിട്ട് 13 വർഷമായിട്ട് ഞങ്ങളിവിടെ കാനഡയിൽ സെറ്റിൽഡ് ആണ്. ഇപ്പൊ പ്രേസി ചോദിച്ച ചോദ്യം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആളെ കൂട്ടണതിനനുസരിച്ചിട്ടാണോ നമുക്ക് കമ്മീഷൻ കിട്ടുന്നതെന്ന്. അപ്പോൾ അതിനുള്ള ഉത്തരം അല്ല. ആളെ കൂട്ടുന്നതിനനുസരിച്ചല്ല നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. നമ്മുടെ വെബ്സൈറ്റ് ത്രൂ എത്രമാത്രം ബിസിനസ് വോളിയം നമ്മൾ ഉണ്ടാക്കുന്നു അതനുസരിച്ചിട്ടാണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. പിന്നെ നമ്മൾ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു 51 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, 50+ ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ആ കമ്പനി നമുക്ക് തരുന്നത് ഹൈ ടിക്കറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ആ ഹൈ ടിക്കറ്റ് ഐറ്റംസിന്റെ കമ്മീഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ആളുകളെ ചേർക്കുന്നതനുസരിച്ചിട്ടുള്ള ഒരു കമ്മീഷൻ നമുക്ക് കിട്ടുന്നില്ല. എത്രമാത്രം ബിസിനസ് വോളിയം നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നടക്കുന്നോ അതിന്റെ ഒരു 40% ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിന് നമുക്കാണെങ്കിൽ ട്രെയിനിങ്ങും കാര്യങ്ങളും ഇപ്പൊ വനജ ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനൊരു ഡിഫിക്കൽട്ടി ഒന്നുമില്ല ഈ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ. ഇപ്പൊ എന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ എന്റെ വെബ്സൈറ്റിലൊന്നും ഒരാൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഞാനൊരു കോംപ്ലിമെന്ററി വെബിനാർ അയച്ചു കൊടുക്കുകയാണ്. അത് അവർ കണ്ടു കഴിഞ്ഞ്, അതായത് ഇത് കാണുന്നവരെല്ലാവരും അഡൾട്ട്സ് ആണ്, അവർക്കൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനുള്ള കഴിവുള്ളവരാണ് കാണുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാവരും ഈ ബിസിനസ് ചെയ്യുന്നവരെല്ലാവരും സൈഡ് ഹസിലായിട്ടാണ് ചെയ്യുന്നത് മിക്കവരും തന്നെ. അപ്പൊ ആർക്കും ഇങ്ങനെ ഒരു 90 മിനിറ്റ്സോ അല്ലെങ്കിൽ 2.5 hour 3 hours ഉള്ള ഒരു വീഡിയോ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ആർക്കും പറ്റത്തില്ല. ഇപ്പൊ ഒരു എൻക്വയറി വരിക എന്ന് പറഞ്ഞാൽ 10ഉം 15ഉം എൻക്വയറീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇവരെല്ലാവരോടും ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ നമുക്ക് ഒരിക്കലും ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ 90% വർക്ക് നമ്മുടെ ഓട്ടോമേറ്റഡ് സിസ്റ്റം ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും പ്രൊഫഷണൽസ് ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണവും. കാരണം നമുക്കൊരു 10% വർക്ക് നമ്മൾ ഇട്ടാൽ മതി. എന്റെ വെബ്സൈറ്റ് ത്രൂ ഒരാൾ വന്നത് രജിസ്റ്റർ ചെയ്ത് അവരത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തുവാണ് ഈ ബിസിനസ് എന്ന് ഏകദേശം. അത് കഴിഞ്ഞ് അവർക്ക് ഒരു $149 പേ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഒരു 30-day ട്രയൽ പീരീഡിൽ ഒരു പ്രീ കോച്ചിങ് വീഡിയോ കിട്ടുവാണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് അവർക്കൊരു ഇൻഫോം ഡിസിഷൻ എടുക്കാം. ഈ ബിസിനസ് അവർക്ക് പറ്റിയതാണോ പറ്റിയതല്ലയോ, ഇതിനകത്ത് എന്തൊക്കെയാ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിപ്പോ ഈ കാണുന്ന ആളുകൾക്കും അവരുടെ സമയം അനുസരിച്ച്, കാരണം അവരിപ്പോ വർക്ക് ചെയ്യുന്നതായിരിക്കും, അവരും ഇതൊരു സൈഡ് ഹസലായിട്ട് നോക്കുന്നതായിരിക്കും. അപ്പൊ അവർക്കും അവരുടെ സമയം അനുസരിച്ചിട്ട് അവർക്കും ഇത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും ഞങ്ങൾ ആരെയും റിക്രൂട്ട് ചെയ്യുന്നില്ല ഇതിലേക്ക്. അവര് കണ്ടിട്ട് അവർ ഇൻഫോം ഡിസിഷൻ എടുത്തിട്ട് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലാണ് അവര് ഈ ബിസിനസ് ഏറ്റെടുക്കുക. അതായത് അവരൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ചെയ്യുന്നത്. അവരും ഒരു ബിസിനസ്, ഇപ്പൊ ഞാൻ എന്റേതായ ഒരു ബിസിനസ് നടത്തുന്ന പോലെ അവരും അവരുടേതായ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്തെടുത്ത് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ആളെ ചേർക്കുന്ന ഒരു പരിപാടിയല്ല. അതെ അതെ, നമ്മള് പല ഈ ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിൽ ഓൾറെഡി നമുക്ക് ഇപ്പം ഇൻഡിവിജ്വൽ ബിസിനസ് ഓണേഴ്സ് ആയിട്ട് നമ്മൾ ഓൾറെഡി വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, അതിനുള്ള മേഘ പറഞ്ഞതുപോലെ നമുക്ക് അതിനുള്ള ടൈം ഇല്ല. നമുക്ക് ഒരു പുതിയ ബിസിനസ് ബിൽഡ് ചെയ്യാനോ നമുക്ക് ഒരു ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും ഒക്കെ പല ബിസിനസ്സുകൾ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു. പക്ഷെ അതിനൊക്കെ നമ്മള് അതിന് ടൈം കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ബിസിനസ് ഇൻ ദ ബോക്സ് പോലെയാ. അപ്പൊ നമ്മൾ അഫിലിയേറ്റ് അതായത് ആ ബിസിനസിനെ പറ്റിയുള്ള ഫുൾ കാര്യങ്ങൾ, അവരുടെ പോളിസീസ് എന്താണ്, അവരുടെ അഫിലിയേഷൻസ് എന്താണ്, അക്രഡിറ്റേഷൻസ് എന്താണ്, നമ്മൾ ഇപ്പം നമ്മളൊരു ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ISO ആയിട്ട് റിലേറ്റഡ് ആണ് നമ്മുടെ കമ്പനി. അതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ കോമ്പൻസേഷൻ പ്ലാൻ വർക്ക് ചെയ്യുന്നത്, അതായത് നമുക്ക് എങ്ങനെ പേയ്മെന്റ് വരുന്നത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതൊരു MLM അല്ല എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാം ഈ വീഡിയോസ് ത്രൂ ആണ്. ത്രൂ ഇരുന്ന് ഞങ്ങള്
ഞങ്ങൾക്ക് വളരെ ബ്രീഫായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, നമുക്ക് തോട്ട് ബ്ലോക്സ് ഉണ്ടാകും. എനിക്ക് തോന്നുന്നു എന്താ ആൾക്കാർ പറയും ബേബി ബ്രെയിൻ ആണ്. 11 വർഷമായിട്ട് എൻ്റെ ബേബി ബ്രെയിൻ പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം നമുക്കറിയാം, നമുക്ക് സംസാരിച്ച് വരുമ്പോൾ നമുക്ക് തോട്ട് ബ്ലോക്സ് ഉണ്ടാവും. കേൾക്കുന്നവർക്ക് എന്താ പറഞ്ഞേ, ചിലപ്പോൾ നമ്മുടെ സ്വരം അരോചകമായിട്ട് തോന്നാം, അല്ലെങ്കിൽ ചിലപ്പം ബോറടിക്കുന്നുണ്ടാകാം. അപ്പം അതൊന്നും ഇല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം നമുക്കുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ ഞങ്ങൾ തരുന്നു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾ അറിയണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്ന് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ഓക്കെ, അല്ലെങ്കിൽ ഈ കമ്പനിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ ആരെയും ഇതിലോട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാൻ അങ്ങനെ പേഴ്സണലി ആരെയും ഇതുവരെ അപ്രോച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, എന്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട് നീ എന്ത് ബിസിനസ്സാ ചെയ്യുന്നതെന്നുള്ള. ഒബ്വിയസ്ലി ഞങ്ങൾ അതിനുള്ള ഇൻഫർമേഷൻ തരും. ഇപ്പൊ നമ്മള് ഒരു നല്ലൊരു ഡോക്ടർ ഉണ്ട്, ഓക്കെ, നീ ഇന്ന ഡോക്ടറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പറയൂലേ, ആ ഡോക്ടർ നല്ല ഡോക്ടറാട്ടോ, എനിക്ക് ഇതുപോലെ വന്നു. അപ്പൊ എന്റെ അനുഭവങ്ങൾ, അപ്പൊ എനിക്ക് ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയ ഞാൻ ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ വേറൊരാൾക്ക് ഇത് ആ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്നു എന്നല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും ഇതിൽ ആരെയും റിക്രൂട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല ഇത്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ലിജീന ഒരു ഡോക്ടറാണ്. പക്ഷെ ലിജീന, എനിക്ക് തോന്നുന്നില്ല ലിജീന കേൾക്കത്തില്ലായിരിക്കും ഈ ക്വസ്റ്റ്യൻ. കാരണം ഞങ്ങൾക്കാണ് കൂടുതലും ഈ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത. കാരണം ഇപ്പൊ ഇതിലിരിക്കുന്ന തന്നെ ഞങ്ങൾ 3 നഴ്സസ് ആണ്. ഓക്കെ, അപ്പൊ ഒത്തിരി പേരും ചോദിക്കാറുണ്ട്, ഇത് നഴ്സസിന്റെ ഒരു തട്ടിപ്പ് ബിസിനസ് ആട്ടോ ഇത് നടത്തുന്ന, ഈ മലയാളി നഴ്സുമാർ വന്ന് എന്തോ ഒരു തട്ടിപ്പ് ബിസിനസ് നടത്തുവാണ്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുള്ളത് കൊണ്ടാട്ടോ ഞാൻ അതേപോലെ ആ വേർഡ്സ് അതേപോലെ എടുത്ത് സംസാരിക്കുന്നത്. ലിജീന ആയിരിക്കും ബെസ്റ്റ് പേഴ്സൺ ടു എക്സ്പ്ലെയിൻ ദിസ് എന്ന് എനിക്ക് തോന്നുന്നു. സോ ഓവർ ടു യു ലിജീന. താങ്ക് യു പ്രൈസ് ചേച്ചി ഫോർ ഇൻവൈറ്റിംഗ് മീ ടു യുവർ പേജ്. എന്നെ അറിയാത്തവർക്ക് വേണ്ടി ലിജീന, ബൈ പ്രൊഫഷൻ ഐ എം എ ഡോക്ടർ. ഞാനിവിടെ സിഡ്നി ഓസ്ട്രേലിയയിൽ ഫാമിലി സെറ്റിൽഡ് ആണ്. സോ ഓവർ ടു ദ ക്വസ്റ്റ്യൻ. ഞാനിങ്ങനെ ലൈക്ക് ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് നഴ്സസ് ചെയ്യുന്ന ബിസിനസ് ആണോ അല്ലെങ്കിൽ വല്ല തട്ടിപ്പാണോ എന്നൊക്കെ. ഫസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളത്, ഒരു തട്ടിപ്പാണെങ്കിൽ ഇങ്ങനെയുള്ള വെസ്റ്റേൺ കൺട്രീസിൽ, ലൈക്ക് നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ആണ്, ഒരിക്കലും ഒരു ഗവൺമെന്റ് അപ്രൂവ് ചെയ്യും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പിന്നെ നമ്മുടെ കേസ് കാണിച്ച് ആരും ഇങ്ങനെയുള്ള തട്ടിപ്പിനൊന്നും വന്ന് നിൽക്കത്തുമില്ല. പിന്നെ മെയിൻ ക്വസ്റ്റ്യൻ ആണ്, ഇത് നഴ്സസിന് മാത്രമുള്ള ബിസിനസ് ആണോ എന്ന്. സോ ടു ബി, അതായത് നമ്മളിപ്പോ ആക്ച്വലി ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് കൺട്രി വേണം, നമുക്ക് ഏത് റീജിയൻ വേണം, അല്ലെങ്കിൽ ഏത് പ്രൊഫഷണൽ ആൾക്കാർ വേണം, അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലേക്ക് ഇപ്പൊ ഒരു 80% നോക്കുവാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തേക്കുന്നത് നഴ്സസ് ആണ്. സോ അതുകൊണ്ടാണ് കൂടുതലും ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ നിങ്ങൾ കാണുന്നത്. പക്ഷെ ആക്ച്വലി നമ്മുടെ ബിസിനസ്സിനകത്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, റിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഒരുപാട് പ്രൊഫഷനിൽ നിന്നുള്ള ആൾക്കാർ ഒരുപോലെ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. പിന്നെ വർക്ക് ലൈക്ക് യുനോ നമ്മൾ വീട്ടിൽ ഇരുന്ന് കുഞ്ഞുങ്ങളെ നോക്കുന്നവരും ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഈ ബിസിനസ്സിൽ ചെയ്യുന്നുണ്ട്. അപ്പോ അതായത് നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റും ഒരു ലേണിംഗ് പഠിക്കാൻ ഇതുള്ള ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ബിസിനസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഈ ബിസിനസ്സിൽ എൻട്രി ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഡോക്ടറാണ്. എനിക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള എനിക്ക് ഒരു സ്കില്ലും ഉള്ള വ്യക്തിയല്ലായിരുന്നു. കാരണം ഞാൻ 12th കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഞാൻ മെഡിക്കൽ ഫീൽഡിലേക്കാണ് പോയത്. അപ്പൊ എന്നെ പോലുള്ള ഒരാൾക്ക്, അല്ല, ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടില്ല, ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാമെങ്കിൽ, അതായത് അത് ആ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഗുണമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ബിസിനസ് പഠിക്കാൻ പാകത്തിന് ഉള്ള ഒരു ട്രെയിനിങ് സൈറ്റ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതായത്
ഈ സ്റ്റെപ്പ് നമ്മൾ ഈ ബിസിനസ്സിൽ എന്താ ചെയ്യേണ്ടതെന്ന് വീഡിയോ ബേസ്ഡ് ആയിട്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരു ടെക്നിക്കൽ സ്കിൽസും ഒരു നോളജ് അതെ ഉള്ള ആൾക്കാർക്കും ഈ ബിസിനസ് ഈസി ആയിട്ട് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് ജെൻഡർ ഡിഫറൻസ് ഇല്ല. ഏജ് ഇത്ര ഏജ് ഉള്ളവർക്ക് ഇത് ചെയ്യാവുന്നില്ല, പക്ഷെ 18 ഇയേഴ്സ് എബവ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ ബിസിനസ് ചെയ്യാം. ഏത് പ്രൊഫഷണൽ ഉള്ളവർക്കും ഈ ബിസിനസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഡോക്ടർ ലിജിന പറഞ്ഞ പോലെ ഇച്ചിരി ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു ലിജിനയുടെ വോയിസ്. അപ്പം ക്ലിയർ ആയില്ലെങ്കിൽ ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് റിട്രേറ്റ് ചെയ്യുന്നത്, ഇത് ലിജിന പറഞ്ഞത് ഇത് ആർക്കും ചെയ്യാം എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നഴ്സസ് മാത്രമല്ല, ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ലിജിനെ നിങ്ങൾ കാണുന്നുണ്ട്, ഡോക്ടറാണ്. പിന്നെ എഞ്ചിനീയേഴ്സും ഉണ്ട്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അക്കൗണ്ടൻസ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അതർ ബിസിനസ്സസ് ചെയ്യുന്നവരുണ്ട്, ട്രക്ക് ഡ്രൈവേഴ്സ് ഉണ്ട്, ഡിഫൻസിൽ വർക്ക് ചെയ്തവരുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാം ഉണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്തെല്ലാം വെറൈറ്റി ഓഫ് ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ ഈവൻ എന്താ റെപ്യൂട്ടഡ് പ്രൊഫഷണൽസ് ആയിട്ടുള്ളവരും അല്ലാതെ വീട്ടിലിരുന്ന് ഹൗസ് വൈഫ്സ് ആയിട്ടുള്ളവരുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്, ആണ് പെണ്ണ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഞങ്ങൾക്ക് ആണുങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ മിക്കവാറും നഴ്സസിനെ കാണുന്നതിന്റെ ഒരു റീസൺ എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് വരുന്ന മലയാളികള് മിക്കവരും തന്നെ നഴ്സുമാരാണ്. അല്ല, ഹസ്ബൻഡ്സ് വേറെ ജോലി ചെയ്യുന്നവരാണെങ്കിലും മിക്കവരും ഫസ്റ്റ് ആപ്ലിക്കന്റ് എപ്പോഴും നഴ്സസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം പ്രോബബ്ലി നിങ്ങൾ അതുകൊണ്ടായിരിക്കും, നമുക്കറിയാം സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്, ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞ് അറിഞ്ഞ കാര്യമാണ്, സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ നമുക്ക് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാമെന്നും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കൺട്രികളിൽ നമുക്ക് അഡ്വർടൈസ് ചെയ്യാമെന്നും നമുക്ക് ആരെ വേണമെങ്കിലും ടാർഗറ്റ് ചെയ്ത് നമുക്ക് ഇത് ചെയ്യാം. നിങ്ങളെ പേഴ്സണൽ ടാർഗറ്റ് ചെയ്യുവാന്നല്ല പറഞ്ഞേ, പക്ഷെ ഒരു പ്രൊഫഷനെയോ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് വന്ന ആൾക്കാരെയോ ഒക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്ങിൽ. അതുകൊണ്ടാണ് നിങ്ങൾ പ്രോബബ്ലി ഈ നഴ്സസ് ആയിട്ടുള്ളവരെ കൂടുതൽ കാണണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു നഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് മീൻസ് വീട്ടിലുള്ള ആരെങ്കിലും നഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് റിലേറ്റഡ് ആയിട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് യു ആർ സെർച്ചിങ് ഫോർ സംതിങ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ AI. നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ ചുമ്മാ ഇരുന്ന് വർത്താനം പറയുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ അന്തം വിട്ടുപോയി. കാരണം ചിലപ്പോൾ നമ്മൾ ചുമ്മാ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കും അടുത്ത ആഡായിട്ട് പോപ്പപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഒരു ബെഡ് മേടിക്കുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ആ ബെഡിന്റെ ഇതായിരിക്കും പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന ആഡ്സ് മുഴുവൻ. ഓക്കെ, അതാണ് AI-യും സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്ങും ഒക്കെ. ഇന്റർനെറ്റ് ഒത്തിരി അങ്ങ് വളർന്നുപോയി എന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ പൊതുവെ ഇങ്ങനെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇത് നഴ്സസ് മാത്രം ചെയ്യുന്ന എന്തോ ഇതാ. പിന്നെ തട്ടിപ്പ് ഇപ്പം ഞങ്ങളെല്ലാം തന്നെ നഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ഞങ്ങൾ ഇഷ്ടംപോലെ പേഷ്യൻസ് ആയിട്ട് ഇടപെടുന്നുണ്ട്, ഞങ്ങളുടെ മാനേജേഴ്സും ഉണ്ട്. അങ്ങനെ ഒരു തട്ടിപ്പ് ഞങ്ങളൊക്കെ എനിക്കൊണ്ട് അഞ്ച് ചേച്ചിയും പബ്ലിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാനും പബ്ലിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് നമ്മൾ ജോലി സ്ഥലത്ത് പോയി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് നിങ്ങളെ ഫേസ് ചെയ്ത് ഇങ്ങനെ പറയാനൊന്നും സാധിക്കുമെന്ന് എനിക്ക് ഞാൻ ചെയ്യില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് റെപ്യൂട്ടഡ് പ്രൊഫഷണലിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മള് ഇപ്പൊ ഞങ്ങൾക്ക് സോറി കേട്ടോ മേഘ, ഞാൻ ഓസ്ട്രേലിയയിലെ കാര്യം പറയുന്നത് ഇവിടെ എനിക്ക് കുറച്ചുകൂടെ നിശ്ചയമുള്ളതുകൊണ്ടാണ്. ടാക്സേഷൻ നമ്മൾ ടാക്സ് റിട്ടേണിനൊക്കെ ചെല്ലുമ്പോൾ ഇപ്പൊ നമ്മുടെ ഇൻകം നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ ടാക്സേഷൻ ഓഫീസിലുണ്ട്, ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾക്ക് ഇതൊരു ലെജിറ്റിമേറ്റ് ആയിട്ട് ഒരു കമ്പനിയിൽ നിന്നാണ് വരുന്നത്. എന്നോട് ആക്ച്വലി ബാങ്കിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇത് എവിടെ നിന്നാണ് ഈ ഇൻകം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന്, ഇത് ഈ കമ്പനി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ലെജിറ്റിമേറ്റ് അല്ലാത്ത ഒരു കമ്പനി, ഇപ്പം മേഘ പറഞ്ഞ പോലെ 50 years ആയിട്ടുണ്ട് ഈ കമ്പനി, 50+ നമുക്ക് എത്ര 23 വെയർ ഹൗസസ് 40 odd കൺട്രീസിൽ ഈ ബിസിനസ് ചെയ്യുന്നവരുണ്ട്.
അപ്പം അങ്ങനെ ഒരു ബിസിനസ് ഇത് ഇന്ന് പൊട്ടിമുളച്ച ഒരു കൂണ് പോലെ വന്ന ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ അല്ല. ഓക്കെ, അപ്പം ഹോപ്പ്ഫുള്ളി ഞങ്ങൾ നിങ്ങളുടെ കുറേയൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ, അല്ല നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാം വെബ്സൈറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ പേര് പ്രൈസി എന്നാണ്. ഞാനിവിടെ മെൽബൺ, ഓസ്ട്രേലിയ ഒരു അസോസിയേറ്റ് നഴ്സ് യൂണിറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഞാൻ ഈ ഓൺലൈൻ ബിസിനസ് ചെയ്തു പോരുന്നു. എൻ്റെ ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളോടൊപ്പമാണ് ഞാനിവിടെ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ആരെ വേണമെങ്കിലും റീച്ച് ഔട്ട് ചെയ്യാം. ഈ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗൈഡ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാൻ സാധിക്കും. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു വിൽ ടേക്ക് ആക്ഷൻ ടു മേക്ക് എ ചേഞ്ച് ഇൻ യുവർ ലൈഫ്. Thank you everyone for watching us. Bye bye.